ജ്യോതിഷ പങ്ക്തിയിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ വർഷഫലമാണ് 12 രാശികളിലായിട്ടുള്ള വർഷഫലമാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇടവരാശിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ശർമ്മജി സ്വാഗതം. നമുക്കിന്ന് ഇടവരാശിയിലെ ഈ വർഷം എങ്ങനെയുണ്ടാവും എന്ന് നമുക്കറിയാം. കാർത്തികയുടെ ഒടുവിലത്തെ 45 നാഴികയും രോഹിണി മകയിരം അടങ്ങുന്ന നക്ഷത്രം. മകയിരം ആദ്യത്തെ 30 നാഴിക. അപ്പം അതിലെ നമുക്ക് വിദ്യാർത്ഥികൾ മുതൽ തുടങ്ങാം. നമുക്ക് അതെ. കൊണ്ടുപോകില്ല ചോരന്മാർ, കൊടുക്കും തോറുമേറിടും, മേന്മ നൽകും നശിച്ചാലും വിദ്യ തന്നെ മഹാധനം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എപ്പോഴും ഒരു കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും സാംസ്കാരിക മേഖലയിൽ വിദ്യാർത്ഥികൾക്കൊരു മുൻതൂക്കം ഉറപ്പായിട്ടുമുണ്ട് കൊടുക്കണം. അപ്പോൾ അതിൽ കുറച്ചൊരു പ്രതിസന്ധിയിലും പ്രയാസത്തിലും ആയിരുന്നു ഇതിൽ വിദ്യാർത്ഥികൾ. അവരുടെ പഠനം, മാർക്ക്, ആരോഗ്യം, കുടുംബം ഇത്യാദി കാര്യങ്ങൾ. അവയിൽ നിന്ന് മാറി ഈ പുതിയ അധ്യയന വർഷം മുതൽ ഇനി നാം ഇങ്ങനെ ഇരുന്നാൽ ഒക്കില്ല, നമുക്ക് ഒരു A+ ഫസ്റ്റ് ക്ലാസ്സും ഒക്കെ വാങ്ങണ്ടേ എന്നൊരു ചിന്ത മനസ്സിൽ രൂപം കൊള്ളുകയാണ്. ന്യൂനമർദ്ദം, അക്ഷീണം പരിശ്രമിക്കാൻ പോവുകയാണ്. അത് SSLC വരെയുള്ളതൊന്നും അല്ല വിദ്യാർത്ഥികൾ. +2, പിന്നെ ഡിഗ്രികൾ, ഉപരിപഠനങ്ങൾ, വിദേശത്തേക്കുള്ള പഠിത്തം, അങ്ങനെ FRCS മുതലുള്ള കാര്യങ്ങൾ വരെ വിദ്യാർത്ഥിക്കുന്നവരെല്ലാം വിദ്യാർത്ഥി. 75-ാം വയസ്സിൽ പരീക്ഷ എഴുതുന്നയാളും വിദ്യാർത്ഥി തന്നെ. വിദ്യയെ അർത്ഥിക്കുന്ന എല്ലാവരും വിദ്യാർത്ഥി. അവർക്ക് പഠനോത്സാഹം, പഠനം മാർക്ക് കൂടുതൽ, ഇപ്പം എടുക്കുന്ന വിഷയങ്ങൾ കൊണ്ട് ഭാവിയിൽ പ്രയോജനം നല്ലവണ്ണം തിളങ്ങാനുള്ള സാധ്യത. ഈ രാശിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അവർക്ക് അവരുടെ പഠിത്തമനുസരിച്ച് ഏതെങ്കിലും ടെസ്റ്റ് ഇൻ്റർവ്യൂ വിജയിക്കാനുള്ള സാധ്യത, ഉദ്യോഗലബ്ധിക്കുള്ള സാധ്യത, ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ സാധ്യത, ഗ്രേഡ് വർധനവ്, പ്രമോഷൻ. ഇത് കലാപരമായ ഒരു രാശിയാണ് ഇടവം രാശി. കലാ, രാഷ്ട്രീയം, സാമുദായികം, ട്രേഡ് യൂണിയൻ ഇങ്ങനെയുള്ളവരും കലയുമായി ബന്ധപ്പെട്ട 68 തരമാണ്. ഉറപ്പായിട്ടും ഈ രാശിപ്പെട്ട കലാരംഗത്ത് നിൽക്കുന്നവർക്ക്, ഗായകരാവട്ടെ, ഗായികയാവട്ടെ, സംവിധാനമാവട്ടെ, നടന്മാരാവട്ടെ, എന്തു തന്നെ മേക്കപ്പ് വരെയുള്ളത്, മേക്കപ്പ് മുതൽ സംവിധാനം വരെയുള്ളതാവട്ടെ, ഏത് രംഗത്തും അവർക്ക് അവാർഡോ അല്ലെങ്കിൽ ഉന്നത പേരോ പ്രശസ്തിയോ കീർത്തിയോ വിളങ്ങാനുമുള്ള സാധ്യതയുണ്ട്. ഈ വർഷമുണ്ട്. സന്തോഷമായിട്ട് പറയാം. അതെ. ഈ രാശിയിൽപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ ഉറപ്പായിട്ടുമുണ്ട്, ശമ്പള വർധന. ബിസിനസ്സുകാർക്ക് അവർ പുതിയ പുതിയ ബിസിനസ് രംഗത്തേക്ക് കടക്കാനും ഒരു ബ്രാഞ്ചെങ്കിലും ഇടാനും കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ചുള്ള ക്ഷീണാവസ്ഥകൾ മാറ്റിയെടുക്കാനും ഉറപ്പായിട്ട് സാധിക്കും. പണം മുടക്കാം, ലാഭം കിട്ടും. കുടുംബത്തിൽ ഒരാൾക്ക് ഒരു പുതിയ വരുമാന ഉറവിടം ഈ രാശിപ്പെട്ട ആളുകൾക്കുണ്ടാവും. ഒരു പുതിയ വരുമാന ഉറവിടം മക്കൾക്കാർക്കെങ്കിലോ അവനോനോ വിദേശത്തോ സ്വദേശത്തോ ഏതെങ്കിലും തരത്തിൽ വരുമാന ഉറവിടം ഈ മെയ് 2025 മെയ് മുതൽ ഈ വർഷം തീരുന്നതിനകം പുതിയ വരുമാന ഉറവിടം ഉണ്ടാവും. കടബാധ്യതകളൊക്കെ ഏതാണ്ട് 3/4 പരിഹരിക്കും. പുതിയ വീട് വെക്കുകയോ വാങ്ങുകയോ പണി കഴിപ്പിക്കുകയോ ഫ്ലാറ്റോ പുതുക്കുകയോ മോടി പിടിപ്പിക്കുകയോ അധീനതയിൽ വരികയോ ഒസ്യത്തോ പാർട്ടീഷൻ നടത്തി ഇന്ന മകൾക്ക് ഇന്ന വീട്, അല്ലെങ്കിൽ 5 സെൻറ്റ് സ്ഥലം, അല്ലെ 10 സെൻറ്റ് സ്ഥലം, അല്ലെ ഏക്കർ, അതിനകത്ത് വലിപ്പച്ചെറുപ്പമൊന്നുമില്ല. ഏതായാലും വസ്തുഗ്രഹ വാഹന കനക വേഷഭൂഷണാദി യോഗം. കലാരംഗത്ത് നിൽക്കുന്നോ നല്ലോണം തിളങ്ങുന്ന കാലം. അവർക്ക് സാമ്പത്തിക പുഷ്ടിയും പറയുന്ന ഫീസും ഒക്കെ കിട്ടും. അവരെ അന്വേഷിച്ച് ആളുകളിങ്ങനെ ഇനി കുടുംബസ്ഥരുടെ അവസ്ഥ, കുടുംബത്തിൽ ഒരാൾക്ക് ഒരു പുതിയ വരുമാന ഉറവിടം ഉണ്ടാവും. ദാമ്പത്യരംഗം ഐശ്വര്യപ്രദമായിരിക്കും. സന്താനങ്ങളാവാതെ നിൽക്കുന്നവർക്ക് അതിനെ ചൊല്ലിയുള്ള ട്രീറ്റ്മെൻറ്റോ പ്രയാസങ്ങൾ മാറിക്കിട്ടാനും അതിനു വേണ്ട ഐശ്വര്യത്തിനുള്ള ഒരു നാന്ദി കുറിക്കുന്ന വർഷമാണ് ഇത്. രോഗാവസ്ഥയിൽ ആയിരിക്കുന്നവർക്ക് പുതിയ ഔഷധ പ്രയോഗവും പുതിയ ഡാക്ടറെയും ട്രീറ്റ്മെൻറ്റ് രീതിയും അവലംബിക്കുകയും അതനുസരിച്ച് അവരുടെ രോഗത്തിന് വളരെ ശമനം വരികയും ചെയ്യും. ഇവരുടെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ ഇനി ഉണ്ടാവില്ല. ഈ വർഷം തൊട്ട് എല്ലാം ഈ വർഷം മുതൽ അവർക്കൊരു കുറച്ച് കാലത്തേക്കിന് ഒരു നല്ല കാലം പിറക്കുകയാണ്. സാമ്പത്തികപരമായിട്ടും കനകവേഷഭൂഷണാദികളായിട്ടും സ്ഥാനമാനങ്ങളായിട്ടും അതുപോലെ ആടയാഭരണങ്ങളായിട്ടും ആരോഗ്യപരമായിട്ടും
അതുപോലെ മാനസികപരമായിട്ടും ഭരണതലത്തിലും കുടുംബതലത്തിലും എല്ലാ തലത്തിലും രക്ഷപ്പെടാവുന്ന സമയമാണ്. ഇവർക്ക് പൊതുവെ നവഗ്രഹപ്രീതി വരുത്തി കഴിഞ്ഞാൽ അപ്പത്തിന് നെയ് കൂട്ടുന്ന പോലെ കൂടുതൽ ഗുണങ്ങൾ കിട്ടും. നല്ല ആരോഗ്യമുള്ള ഒരു എക്സസൈസും ജിംനേഷ്യത്തിലൊക്കെ പോകുന്ന പോലെയും ഔഷധ പ്രയോഗങ്ങൾ ചെയ്യുന്ന പോലെയും അധികസ്യ അധികം ബലം ഒന്നിക്കൊന്ന് മെച്ചപ്പെട്ട് വരാനുള്ള യോഗമുണ്ട്. ഓക്കെ, അപ്പം ഇടവൻ രാശിയാണ് നമ്മളിന്ന്, ഇടവൻ രാശിയുടെ ഫലങ്ങളാണ് നമ്മളിന്ന് കേട്ടത്. എല്ലാവർക്കും ഈ വർഷം ഏറ്റവും നന്നായിരിക്കട്ടെ. ഏറ്റവും നന്നായിരിക്കും. ഏറ്റവും സെറ്റ് കുഞ്ഞു കുട്ടി മുതൽ വിദ്യാർത്ഥി മുതൽ ഉന്നത വിദ്യാഭ്യാസം മുതൽ ഉദ്യോഗസ്ഥർ, പ്രമോഷൻ കാത്തിരിക്കുന്നവർ, ബിസിനസ്സുകാർ, കലാരംഗത്ത് നിൽക്കുന്നവർ, കായിക രംഗത്ത് നിൽക്കുന്നവർ, ഭരണതലത്തിൽ നിൽക്കുന്നവർക്ക് പുതിയ അധികാരങ്ങളൊക്കെ വരുന്ന കാലമാണ്. ഇലക്ഷനിൽ നിൽക്കുന്നവർ ഭൂരിപക്ഷത്തോടെ വിജയിക്കും. ശത്രുക്കൾ പോലും അവരെ വോട്ട് കുത്തി ജയിപ്പിക്കും. അതാണ് നമ്മുടെ ഒരു സമയം, ഇടവൻ രാശിയുടെ ഒരു സമയം. ഇനി വരുന്ന കുറച്ച് നാളുകൾ വളരെ നന്നായിരിക്കും എന്നാണ് ഇന്ന് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. അപ്പം നമുക്ക് അടുത്ത രാശിയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം.